ഏപ്രിൽ 19-നാണ് രാജ്യത്ത് നമ്മുടെ തെരഞ്ഞെടുപ്പ് ആരംഭിക്കുന്നത്. തെരഞ്ഞെടുപ്പിൻ്റെ ഒന്നാം ഘട്ടം ആരംഭിക്കുന്നത്. പക്ഷേ ഇപ്പോൾ പുറത്തു വരുന്ന മറ്റൊരു വിവരം, മമതാ ബാനർജിയുടെ വലിയ പ്രസ്താവനയാണ് ഇപ്പോൾ വിവാദമായി മാറിയത്. മമതാ ബാനർജി പറയുന്നു 17-ാം തീയതി പശ്ചിമ ബംഗാളിൽ BJP കലാപമുണ്ടാക്കാനുള്ള ശ്രമങ്ങൾ അണിയറയിൽ ഒരുക്കുന്നു എന്ന് തന്നെയാണ്. അതിനവർ പറയുന്ന കാര്യം, കഴിഞ്ഞ ദിവസം NIA ബംഗാളിലേക്ക് കൊണ്ടുവന്ന് തന്നെ കലാപത്തിനുള്ള ഒരു നീക്കം തന്നെയായിരുന്നു. ഇവിടെ കലാപമുണ്ടാക്കുക, NIA അടക്കമുള്ളവരെ ഏജൻസികളെ ബംഗാളിൽ എത്തിക്കുക, അതിനുള്ള ശ്രമമാണ് BJP നടക്കുന്നത്. അതുകൊണ്ട് തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകരെ ഒരു റാലിയിൽ അഭിസംബോധന ചെയ്തുകൊണ്ടാണ് മമതാ ബാനർജി പ്രസംഗിച്ചത്. അവർ പറഞ്ഞത്, ഈ തൃണമൂൽ കോൺഗ്രസ് പ്രവർത്തകർ റാലികളും യോഗങ്ങളും നടത്തുക, ഒരിക്കലും കലാപത്തിലേക്ക് പോകരുത്, BJP പല പ്രകോപനങ്ങളും ഉണ്ടാക്കും, അതിൽ വീഴരുത് എന്ന് പറയുന്നു. ഏതായാലും കഴിഞ്ഞ ദിവസം 2022 നടന്ന ഒരു ബോംബ് സ്ഫോടന കേസിൻ്റെ അന്വേഷണവുമായി NIA ഉദ്യോഗസ്ഥന്മാർ എത്തിയപ്പോഴായിരുന്നു NIA ഉദ്യോഗസ്ഥന്മാർക്ക് നേരെ ഇഷ്ടികകളും കല്ലുകളും മറ്റും എറിഞ്ഞുകൊണ്ട് വലിയ രീതിയിൽ ഒരു ആക്രമണം നടത്തിയത്. ഏതായാലും പശ്ചിമ ബംഗാളിനെ സംബന്ധിച്ച് അനവധി രാഷ്ട്രീയ കൊലപാതകങ്ങളും ഒപ്പം തന്നെ ബോംബ് സ്ഫോടനങ്ങളുടെയും ഒക്കെ കേസുകൾ NIA അന്വേഷിച്ച് വരുന്നതിനിടയിലാണ് ഇപ്പോൾ മമതാ ബാനർജി പറയുന്നത് 17-ാം തീയതി ഒരു കലാപമുണ്ടാകും. നമുക്കറിയാം, പശ്ചിമ ബംഗാളിലെ തെരഞ്ഞെടുപ്പിൻ്റെ ചരിത്രത്തിൽ തെരഞ്ഞെടുപ്പിന് മുൻപും പിൻപുമൊക്കെ അതിശക്തമായ അല്ലെങ്കിൽ രൂക്ഷമായ ഒരു കലാപങ്ങളാണ് പശ്ചിമ ബംഗാൾ പലപ്പോഴും നടക്കാറുള്ളത്. അത്തരത്തിലൊരു കലാപം നടക്കുമെന്ന് മമത പറയുമ്പോൾ സ്വാഭാവികമായും ഒരു സംഘർഷത്തിൻ്റെ വക്കിൽ എത്തി നിൽക്കുന്ന പശ്ചിമ ബംഗാൾ അത് കൂടുതൽ ചർച്ചകൾക്കും വിവാദത്തിനും വഴിമാറുകയാണ്. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.